നമസ്കാരം. സ്മാർട്ട് സ്റ്റാർട്ട് PSCയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അവസരം കാത്ത് പ്രായം കടന്നുപോയ ഒരു പറ്റം PSC ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു തുറന്ന കത്ത്. ഞങ്ങൾ യുവാക്കളാണ്. സ്വപ്നങ്ങളുമായി പ്രതീക്ഷകളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്നവരാണ്. പക്ഷേ ഇന്നത്തെ വ്യവസ്ഥകൾ നമ്മെ ചോദ്യം ചെയ്യുന്നു. നിങ്ങൾക്ക് അവസരമുണ്ടോ എന്ന്. കോവിഡ് കാലം, തൊഴിൽ നിഷേധം, കുടുംബ ബാധ്യതകൾ എല്ലാം കടന്നു വന്നിട്ടും PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കുമ്പോൾ ഒരു ചോദ്യം മുമ്പിൽ. പ്രായം കടന്നുപോയി, ഇനി എന്ത്? ഒരുപാട് വർഷങ്ങൾക്കിടയിലെ നഷ്ടങ്ങൾക്കും നിയമങ്ങൾക്കും കഠിനമായ നയമാണ്. അധികാരികളിൽ ആരാണ് നമ്മെ പ്രതിനിധീകരിക്കാൻ വരുന്നത്? നഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ ഒരു കൈത്താങ്ങ് നൽകുന്ന അധികാരികൾക്ക് ഞങ്ങൾ PSC ഉദ്യോഗാർത്ഥികളുടെ 1000 അഭിവാദ്യങ്ങൾ. യൂട്യൂബിൽ വീഡിയോ സ്ക്രോൾ ചെയ്തു പോകുന്നതിനിടയിൽ ഈ കണ്ണീരിൽ കുതിർന്ന അഭ്യർത്ഥനകൾ കേൾക്കാൻ ഒരു 5 മിനിറ്റ് മാറ്റിവെക്കുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾ എഴുതുന്നു. ഞങ്ങൾ ചെറുപ്പക്കാരാണ്, എന്നാൽ നിശബ്ദരല്ല. സത്യവും നീതിയും നമ്മോടൊപ്പം നിന്നാൽ നമുക്കും ഉയരാം. അതിൻ്റെ ആദ്യ ചുവടായി ഈ ഒരു ശബ്ദം വേണ്ടേ? ജീവിതം പരീക്ഷിച്ചപ്പോൾ ഞങ്ങൾ പിന്നോട്ടല്ല മുന്നോട്ട് പോവാനാണ് തീരുമാനിച്ചത്. പകർച്ചവ്യാധിയും പിരിച്ചുവിടപ്പെട്ട ജോലിയും വിശ്വാസവും നഷ്ടപ്പെട്ട കാലവും എല്ലാം ഞങ്ങൾ അനുഭവിച്ചു. പക്ഷേ ഞങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയില്ല. പിന്നീട് വന്നതോ പുതിയൊരു പ്രതിസന്ധി, പ്രായപരിധി. അവർ പറഞ്ഞു, നിങ്ങൾക്ക് എലിജിബിലിറ്റി ഇല്ല, നിങ്ങൾക്ക് ഇനി അവസരമില്ല എന്നൊരു കഠിന വാക്ക്. പക്ഷേ അതേ സമയത്ത് ഞങ്ങളെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു രാജ്യത്തെ ഭാവി നിർമ്മിക്കുന്നവരാണ് യുവാക്കൾ. എങ്കിൽ ന്യായം എല്ലാവർക്കും ഒരുപോലെയായിരിക്കണം. അവസരങ്ങൾ ജീവിതം നഷ്ടമായവർക്കായി വീണ്ടും തുറക്കപ്പെടണം. ഇന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് വെറും ഒരു ഇളവല്ല, ഒരു ചുമതലയാണ്. ഭരണാധികാരികളുടെ ഭരണകാലഘട്ടത്തിലെ ഒരു പൊൻതൂവൽ ഇതിഹാസമായി എഴുതി ചേർക്കാൻ പറ്റാവുന്ന നമ്മുടെ ശ്രമത്തിനുള്ള അംഗീകാരം. ഞങ്ങളുടെ ശബ്ദം ദുർബലമല്ല, അത് മാറ്റത്തിന് തുടക്കം കുറിക്കും. നമ്മുടെ ഓരോ ശ്രമവും ഒരേ മനസ്സോടെ ഒന്നിച്ചാൽ നാളെയുടെ PSC നിയമങ്ങൾ നാം തന്നെ മാറ്റും. ഞങ്ങൾക്ക് PSC എക്സാം എഴുതാനുള്ള പ്രായപരിധി 36 നിന്നും 40 ആക്കി അനുവദിക്കണം. ഇതൊരു അപേക്ഷയാണ്. ഈ ഒരു അപേക്ഷ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. 18 മുതൽ 36 വയസ്സ് വരെ അവസരം തന്നിട്ട് എന്തുകൊണ്ട് ജോലി കിട്ടിയില്ല? അതിനുള്ള ഉത്തരം ഞങ്ങൾക്കും പറയാനുണ്ട്. എല്ലാവരുടെയും ജീവിത സാഹചര്യം ഒരുപോലെയല്ല. കുടുംബത്തിന്റെ ചുമതല മുഴുവൻ ചുമലിൽ വരുമ്പോൾ PSC പഠനം പോസിബിൾ അല്ല. കുടുംബത്തെ കരക്കെത്തിച്ച് തുടങ്ങാമെന്ന് കരുതുമ്പോഴേക്കും ഇൻഎലിജിബിലിറ്റി ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടാവും. സ്ത്രീകളുടെ കാര്യമാണെങ്കിൽ പഠനം കഴിഞ്ഞ് കല്യാണം, കുട്ടികൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം തരണം ചെയ്ത് എത്തുമ്പോഴേക്കും പ്രായപരിധി കടന്നു പോയിട്ടുണ്ടാവും. കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എത്താൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. അതിനായി വർഷങ്ങളുടെ കാത്തിരിപ്പും കഠിന പ്രയത്നവും. ഇതിനിടയ്ക്ക് 2-3 വർഷം കോവിഡും കവർന്നെടുത്തു. ജോലി തരാനല്ലല്ലോ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ജോലിയിലേക്ക് എത്താനുള്ള ഒരു അവസരമാണ് ആവശ്യപ്പെടുന്നത്. ഒരു അവസരം കൂടി തന്നാൽ എത്രയോ പേർ രക്ഷപ്പെടും. അതിനായി അധികാരികൾ കനിയണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ കേരളം വളരുന്നത് കാണുമ്പോൾ കേരളം ഞങ്ങളെ മറന്നത് എന്തുകൊണ്ട്? കാലം മുന്നേറുമ്പോൾ ഞങ്ങൾ പിന്മാറാനല്ല, മുന്നോട്ട് ചെന്ന് സേവിക്കാനാണ് കാത്തിരിക്കുന്നത്. മുൻപോട്ട് പോകാൻ പഠിപ്പിച്ച സിസ്റ്റം തന്നെ ഞങ്ങളെ പിന്നിലാക്കി. ഇന്ന് ഞങ്ങൾ ഒരുപാട് നിരാശയിലാണ്. നാളെ ഈ ശബ്ദം നിയമമാവട്ടെ. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് സാധ്യതയുണ്ടാവട്ടെ. PSCയുടെ ചരിത്രത്തിൽ നമ്മുടെ കണ്ണീരിന് വിലയുണ്ടാവട്ടെ. ഇത് ഒരു പ്രചോദനമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം മാത്രം ബാക്കി. പിന്തിരിയരുത്, ഉണരൂ, മുന്നോട്ടു പോകൂ. നമുക്ക് വേണ്ടി, നമ്മുടെ സ്നേഹിതർക്കു വേണ്ടി, ഭാവിയുടെ നീതിക്കായി. ഇന്നും നമ്മൾ നിസ്സഹായരായി ഇവിടെയുണ്ട്. പ്രശ്നങ്ങൾ പറയാൻ, പരിഹാരങ്ങൾ തേടാൻ. പക്ഷേ നാം പറയുന്ന പ്രശ്നങ്ങൾ ചിലർക്ക് ഒരു ചെറിയ കാര്യമായി തോന്നുന്നു. ഇതാണോ ഇത്ര വലിയ പ്രശ്നം എന്ന ചോദ്യം മാത്രം ബാക്കി. പക്ഷേ അതേ ചോദ്യം ഇവിടെ നിന്ന് ഞങ്ങൾ തിരികെ ചോദിക്കുന്നു. ഇത് വലിയ പ്രശ്നമല്ലെങ്കിൽ പരിഹാരം നൽകാൻ എന്തിനു മടിക്കുന്നു? ഏജ് റിലാക്സേഷൻ വേണം. ഇത് ഒരു ചെറിയ ആവശ്യമല്ല, ഒരു വലിയ നീതിയാണ്. ഞങ്ങൾ വഴി മറന്നിട്ടില്ല, ഞങ്ങൾ ഇനിയും വഴികാട്ടും. PSC ഉദ്യോഗങ്ങൾ ഒരാളുടെ ജീവിതം മാറ്റും, ഒരു കുടുംബത്തെ ഉയർത്തും, ഒരു തലമുറയ്ക്ക് മാതൃകയാകും. ഇവിടെ ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല.
ആരോടും ദേഷ്യവുമില്ല. ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയും ഉള്ളിലെ വേദനയും ഉയർത്തിയ ശബ്ദമായിരുന്നു നിങ്ങൾ കേട്ടത്. ഇത് പ്രൊട്ടസ്റ്റ് അല്ല, ഇത് പോസിബിലിറ്റീസിനുള്ള ആഹ്വാനമാണ്. ഇത് നീതിക്കായി ഉയർന്ന ഒരു തലമുറയുടെ ശബ്ദമാണ്. ഇത് അതിരുകൾ തകർക്കുന്ന പ്രതീക്ഷയുടെ ശബ്ദമാണ്. പ്രതീക്ഷയോടെ ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾ. ഞങ്ങൾ കാത്തിരിക്കുന്നു അനുകൂലമായ നീതിക്കായി. നന്ദി.